സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ഓൾറെഡി വൈറലായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. മത്സരിക്കുന്നത് ആ മത്സരിക്കുമ്പോൾ അതിൽ പല ആറ്റിറ്റ്യൂഡിലുള്ള പല പാഷനിലുള്ള ആളുകളുണ്ടാവും. അപ്പോ അവരോടൊക്കെ നമുക്ക് വോട്ട് ചോദിക്കേണ്ടി വരും. അപ്പോ നിങ്ങളൊന്നും ഈ വോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പാരിതോഷികമായി മദ്യം അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ പാരിതോഷികമായി കൊടുത്തിട്ട് ആരെങ്കിലും വോട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ജയം എനിക്ക് ആവശ്യമില്ല. ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? UDFന്റെ ആളുകളോ UDF എന്നല്ല, എന്റെ നാട്ടിലത്തെ ആരും ഒരു ഇത്തരം കാര്യങ്ങളിൽ പെടുന്ന ആളുകളല്ല. എന്നാലും ദീനിപരമായിട്ട് എന്റെ മുൻകരുതല്, എന്റെ സൂക്ഷ്മത സൂക്ഷിക്കല് എന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അപജയമാണെന്നുള്ള രാഷ്ട്രീയ ആരോപണത്തോട് മുഹമ്മദ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇല്ല, അത് ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞാൻ ഈ ഇങ്ങനത്തെ ഒരു പ്രസ്താവന, അതായത് എൻ്റെ നിലപാട് പറഞ്ഞതാണ്. ദീനീപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മത കാത്തു സൂക്ഷിക്കുന്നൊരു നിലപാട്. അത് നമ്മള് മുസ്ലിം ലീഗോ മറ്റു പാർട്ടികളോ ഇത്തരം പ്രവർത്തികളിലും പെട്ടതോ ഈ സ്ഥാനാർത്ഥിന്റെ പരാജയമോ വേറൊന്നും എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഉപരി മതപരമായിട്ടുള്ള സൂക്ഷ്മതക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം രാഷ്ട്രീയം എന്നത് പറഞ്ഞാൽ നമ്മള് ഇലക്ഷന് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇലക്ഷൻ തീരും. മറ്റേ ഇതുപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കളും മറ്റു നമ്മളെ കുടുംബ ബന്ധവും കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം. ലഹരിക്കെതിരെ നമ്മളെ ലഹരി വിരുദ്ധ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇസ്ലാം ലഹരിക്കെതിരെ കൊടുത്ത നിലപാടുകൾ എല്ലാവർക്കും അറിയണം. അതിന് കാര്യമായിട്ട് അതിന് മുൻഗണന കൊടുത്തിട്ട് അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടില്ല ഒരു എൻ്റെ നിലപാട് അവിടെ പറഞ്ഞതാണ്. അല്ലാതെ അതിലൊരു രാഷ്ട്രീയ ജയോ പരാജയോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നിലപാട് തന്നെയാണ്. മുഹമ്മദ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിലുള്ള ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ കൊടുക്കാനുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? വാർഡിലെ ജനങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പുതിയ യുഗമാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ യൂത്തന്മാര് എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജൻസിയുടെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ പുതിയ വികസന കാഴ്ചപ്പാടെ കൊണ്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഏകദേശം 10 വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ മറ്റെന്താ പറയുക ജിമ്മ്, മറ്റേ ഓപ്പൺ ജിമ്മ്, അങ്ങനത്തെ വികസനമൊന്നും ആരെ മനസ്സിലും ഇല്ലാത്തൊരു കാര്യമായിട്ട് ഇപ്പൊ പുതിയ കാലം ഇതിങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ അതിക്ക് നമുക്ക് പ്രാമുഖ്യം കൊണ്ടുവരണം. അങ്ങനെ പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരണം. അതെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് അതിൽ രാഷ്ട്രീയം നോക്കാതെ ഒരു ആധുനിക വികസന കാഴ്ചപ്പാടാണ് മുന്നിലുള്ളത്. ഞാൻ വീമ്പൂരാണ്. ഇപ്പൊ മാരിയാട് വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. തൊട്ടടുത്ത വാർഡാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള മനസ്സിലുള്ള ആൾക്കാരാണ് മാരിയാട്ടത്തെ ജനങ്ങൾ. നമ്മളോട് പെരുമാറുന്നതും നമ്മളോട് രീതിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സമീപനമാണ്. രാഷ്ട്രീയമാണെങ്കിലും സൗഹാർദ്ദപരമായിട്ട് എന്നാണ് എനിക്ക് പറയാൻ. കേരളയുടെ എല്ലാവിധ ആശംസകളും. ഓക്കെ.